ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക്കാണ് പച്ചവീട്ടിൽ പ്രശ്നേഷ് കുമാറും വീട്ടുകാരും. ഈ പ്രശ്നേഷ് കുമാറിന്റെ കാര്യം എന്ന് വെച്ചാൽ ഏതൊരു അമ്മയ്ക്കും ആഗ്രഹിച്ചു പോകുന്നൊരു മകനായിരുന്നു ഒരു കാലത്തവൻ. കാരണം എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, കാരണം ഞാനടക്കമുള്ളൊരു സമൂഹം വൈറ്റ് കോളർ ജോബ് തപ്പിപ്പോകുന്ന സമയത്ത് ബിടെക് പഠിച്ചിട്ട് പോലും അവൻ ഒരു പറമ്പ് വൃത്തിയാക്കാനും ടാങ്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ പോയി തൻ്റെ വീട്ടുകാരെ അല്ലെങ്കിൽ പെങ്ങളെ അമ്മയൊക്കെ നോക്കുന്നത് കണ്ടിട്ട് എല്ലാ അമ്മമാർക്കും അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ ജനതയ്ക്കും ഒരു പ്രത്യേകിച്ച് അമ്മമാർക്ക് ഒരു രോമാഞ്ചം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പച്ച വീട്ടിൽ പ്രശ്നേഷ് കുമാർ അഥവാ ഗ്രീൻ ഹൗസ് ക്ലീനിങ്. അവൻ്റെ ഒരു പതനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പതനം എന്ന് പറഞ്ഞാൽ ആ അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളതായിരിക്കും ഇതുപോലെ മകനെ വേറെ ആർക്കും കൊടുക്കില്ലെന്ന്. പക്ഷെ അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതുപോലൊരു മകൻ വേണ്ടായിരുന്നു എന്ന അമ്മയും പെങ്ങളും പറയുന്ന ഒരു ലെവലിലോട്ടാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ തന്നെ 24 ന്യൂസിൻ്റെ ഒരു വീഡിയോ ആണ് കണ്ടത്. ഇവൻ വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കിയെന്നും എല്ലാം പറഞ്ഞിട്ട് ഒരാൾ പണം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇത്രയ്ക്കും വൃത്തികെട്ട രീതിയിലോട്ട് അതപ്പതിക്കുമെന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് പ്രശ്നേഷ് കുമാർ. ആലപ്പുഴക്കാരനാണ് ഇവൻ എന്ന് പറയുന്നതിനകത്ത് ഞാനൊരു ആലപ്പുഴക്കാരൻ, എനിക്കൊരു നാണക്കേടുണ്ട്. കാരണം അതുപോലത്തെ ഒരു വൃത്തികെട്ട ഒരു പണ്ട് അമ്മമാരുടെയൊക്കെ കണ്ണിലുണ്ണി ആയിരുന്നെങ്കിൽ ഇപ്പം അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് ഇതുപോലും മകൻ ഉണ്ടാവില്ലേ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം പ്രശ്നേഷ് കുമാറിന് എന്ത് പറ്റിയെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇനി പ്രവീൺ പ്രണവിന്റെ കേസ് പോലെ ഒരു നാടകമാണിതെങ്കിൽ ദയവീത് ഞാനടക്കമുള്ള യൂട്യൂബ് സമൂഹം ഇതുപോലത്തെ ഡ്രാമകൾ പ്രൊമോട്ട് ചെയ്യില്ല. ഇനിയൊരു കുടുംബം ഇതും കൂടെ ഹിറ്റായി കണ്ടിട്ട് ഇവർ ഒരു ഫോർച്യൂൺ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു കുടുംബവും കൂടെ അടുത്ത പ്ലാനറ്റ് ഇറങ്ങും. ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ കാശുണ്ടാക്കി മറ്റുള്ള കാണികളെ മണ്ടനാക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് ഇവിടം കൊണ്ട് തീരട്ടെ. കണ്ടിട്ട് ഇതൊരു ഉടായിപ്പാന്ന് തോന്നില്ല. കാരണം അമ്മയുടെയൊക്കെ മുഖം അല്ലെ ആ പെങ്ങളുടെയൊക്കെ സങ്കടം കണ്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു പെങ്ങളില്ല. അപ്പം ഞാൻ നന്മമരം എന്നല്ല പറയുന്നത്, ഇതുപോലത്തെ ഒരു നന്മമരമായിരുന്നു ഈ പ്രശ്നേഷ് കുമാർ ഒരു കാലത്ത്. അവിടെ നിന്ന് പുള്ളി ഇത്തരം ലെവലിലോട്ട് പോയി. എങ്കിലും സ്വന്തം അമ്മയോടും പെങ്ങളോടും ഒക്കെ എന്തിനാണ് ഇത് ചെയ്തത്, റീച്ചിന് വേണ്ടിയാണ്, എന്താണ് കാര്യം എന്ന് ആർക്കും അറിയത്തില്ല. നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ശരിയല്ല. എങ്കിലും പ്രശ്നേഷ് കുമാറിന്റെ ഒരു അബദ്ധപ്പതനം വല്ലാത്തൊരു അധപ്പതനമായി പോയി. പ്രശ്നേഷ്